നമസ്കാരം. ബി.ജെ.പിയുടെ നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ആഭരണങ്ങൾ വിറ്റ പണം ഏതാണ്ട് 10-60 ലക്ഷം രൂപ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിവാദം നേരത്തെ വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ മീഡിയകളും സർക്കാരും പോലീസും 3 പേരും പണം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ നഷ്ടം നികത്താനോ അല്ലെങ്കിൽ അവർ പറയുന്നോ അല്ല കേൾക്കാൻ നിന്നത്. അത് വിവാദമായപ്പോഴാണ് പിന്നെ അത് വന്നത്, അന്വേഷണം വന്നത്. 3 പെണ്ണുങ്ങൾ നിന്ന് വർത്താനം പറഞ്ഞപ്പോൾ ചാനലുകൾ മുഴുവൻ കൃഷ്ണകുമാറിനെ എടുത്തിട്ട് അലക്കുന്നത് കണ്ടു, ദിയയൊക്കെ എടുത്തിട്ട് അലക്കുന്നത് കണ്ടു. അവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, മറ്റൊന്നും അത് വിളിച്ചു, അപമാനിക്കാൻ ശ്രമിച്ചു, പിന്നെ ജാതിൻ്റെ കാർഡൊക്കെ ഇറക്കി, അങ്ങനെ പല കാര്യങ്ങളും ഇറക്കി. എന്നാൽ അധികം വൈകാതെ കള്ളികൾ ഓരോന്നോരോന്ന് പൊളിയുന്നത് കണ്ടു. നുണകൾ ഓരോന്ന് പൊളിഞ്ഞു വീണ് കള്ളികൾ മുങ്ങി. ഏതായാലും അവർ രണ്ടുപേരും 3 പേരിൽ 2 പേര് പോലീസിന് കീഴടങ്ങിയെന്ന് അറിയുന്നു. ആ 2 എണ്ണത്തിനെയും കൊണ്ട്, റിമാൻഡിലായിരുന്ന 2 എണ്ണത്തിനെയും കൊണ്ട് ഈ സ്ഥാപനത്തിൽ വന്ന് തെളിവെടുപ്പ് നടത്തിയ സമയത്ത് മണി പോലെ ആ പെണ്ണുങ്ങളെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് മണി പോലെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. അതായത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെയാണ് കൊടുത്തത്, യാതൊരു ഉളുപ്പുമില്ലാതാണ് പറയുന്നത്. അപ്പോഴും ഈ മീഡിയകൾ, അതായത് അന്ന് ഇവളുമാർക്ക് നേരെ ക്യാമറ തിരിച്ചു വെച്ചിരുന്ന മീഡിയക്കാരുണ്ടല്ലോ, ഈ ക്യാമറമാന്മാരുണ്ടല്ലോ, കോല് തൂക്കി വെച്ചിരുന്ന റിപ്പോർട്ടർമാരും, അവരുടെ മുന്നിൽ തന്നെയാണ് വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് മോഷ്ടിച്ചത്, ഇങ്ങനെയാണ് മോഷ്ടിച്ചത്, അവിടെ നിന്ന് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. രഹസ്യം പറയുന്നത് കേട്ടാൽ ബഹുരസമാണ്. അതായത് ഇതിൻ്റെ വില എത്രയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വില പറഞ്ഞു തരും. ആ വില നമ്മൾ ഇവരിൽ നിന്ന് വാങ്ങി, ഇവരുടെ QR കോഡിലേക്ക് വാങ്ങിയിട്ട് അല്ലെങ്കിൽ പണമായിട്ട് വാങ്ങിയിട്ട് ഈ സാധനം അങ്ങോട്ട് കൊടുക്കും. പിന്നെ അത് വിറ്റില്ല എന്ന് പറയും. വിറ്റാ പൈസ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയും QR കോഡ് മാറ്റിയിട്ടും ഒക്കെ എങ്ങനെയാണ് പണം മോഷ്ടിച്ചതെന്ന് എന്താ പറയുക, തത്ത പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നത് കണ്ടു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, അന്ന് ഈ സംഭവം, അതായത് ഇവളുമാരിങ്ങനെ നിന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്ന്, കൃഷ്ണകുമാർ കുടുംബം ഇങ്ങനെ കാട്ടി എന്ന് പറയുന്ന സമയത്ത് ഈ തൂക്കോലും തൂക്കി നിൽക്കുന്ന, ക്യാമറ നോക്കി നിൽക്കുന്ന ഒറ്റ എണ്ണത്തിന് ഇതിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു മര്യാദയ്ക്ക് ഇവിടുത്തെ മന്ത്രിമാരോടും MLA മാരോടും ബാക്കിയുള്ള ജനപ്രതിനിധികളോടും ചോദിക്കുന്ന ആ ഉശിരോടുകൂടി ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചിരുന്നെങ്കിൽ പെണ്ണുങ്ങൾ അപ്പം പതറിയനെ, അപ്പം തന്നെ പതറി, സത്യം അപ്പം തന്നെ പറഞ്ഞേനെ അല്ലേ. ഒരെണ്ണം ഇപ്പോഴും ഒളിവിലാണെന്നാണ് കേട്ടത്. ഏതായാലും ഇത് വെറുതെ വിടാൻ പാടില്ല. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരുത്താനുള്ള അവസരം കൃഷ്ണകുമാർ കൊടുത്തതാണ്. മര്യാദയ്ക്ക് വിളിച്ചു വരുത്തി. കരയാക്കുള്ളത് പെമ്മക്കളാണ്. ആ പെമ്മക്കളെ ആ രീതിയിലാണ് മൂപ്പര് നോക്കുന്നത്. അപ്പോൾ അവിടെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് സംസാരിച്ചു. കാര്യം വീഡിയോ റെക്കോർഡ് ചെയ്തത് അവരെ അപമാനിക്കാനല്ല. കാരണം എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള തെളിവിന് വേണ്ടി ഒരു വീഡിയോ എടുത്തു വെച്ചു. പക്ഷെ എന്ന് വെച്ച് കണ്ട് അവരോടൊന്നും സംസാരിക്കാതിരിക്കാനൊന്നും പറ്റൂലല്ലോ. കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചു, അവർ സമ്മതിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ എന്നിട്ടും അവർ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞു. അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കൃഷ്ണകുമാറിനെയും മകൾ ദിയയും ഒക്കെ അങ്ങ് അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാക്കുന്ന വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മനുഷ്യന്മാരില്ലേ നമ്മൾ? ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ, അതിന് മനസ്സിന് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇവളുമാരും പെണ്ണുങ്ങൾ തന്നെയല്ലേ? നമ്മൾക്ക് കെട്ടിയവന്മാരുണ്ടല്ലോ ഇവളുമാർക്ക് അല്ലേ? കല്യാണം കഴിച്ചാണെന്നാണ് ഞാൻ അറിയുന്നത്. ഏതായാലും കാലചക്രം പെട്ടെന്ന് തന്നെ തിരിഞ്ഞു വന്നു. 2 എണ്ണം കാര്യങ്ങൾ പറഞ്ഞു. ഇനി മറ്റുള്ളതിനിപ്പോൾ ഒളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കൃഷ്ണകുമാറും മകളും അനുഭവിച്ചിട്ടുള്ള വേദന, അതവർ പാവം ചങ്ങായിയാണ്. രാഷ്ട്രീയമോ മറ്റോ കാര്യങ്ങളോ ഒക്കെ നോക്കാതെ കൃത്യമായി എല്ലാവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തി. അയാൾ ഈ 3 പെമ്പിള്ളേർക്ക് അവരുടെ എന്താ പറയുക കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ട് ജോലിയും കൊടുത്ത് മര്യാദയ്ക്ക് വരുമാനം കൊടുത്തിട്ട് അവളുമാരിങ്ങനെ തന്നെ ചെയ്യണം. ഇതാണ് പറയുന്നത്. പണ്ടൊക്കെ പിന്നെയാണ്, ഇപ്പം എല്ലാം കയ്യോടെയാണ്. അന്യന്റെ മുതൽ മോഷ്ടിച്ചിട്ടാ പണി നിൽക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ കൊടുക്കുന്ന ആൾക്കാരില്ലായിരുന്നു അല്ലേ? Different angles. Don't forget to subscribe and support this channel.